എന്റെ പൊന്നോ, നമ്മള് പോരുന്ന വഴിക്ക് എന്ത് അടിപൊളി വ്യൂ. അത്ഭുതങ്ങൾ കാണാം നമുക്ക് വീണ്ടും. സൂര്യ അസ്തമിക്കാറായി. ഇവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ട്. കിളികളൊക്കെ മീൻ കഴിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി ഏരിയകളാണ് കേട്ടോ. ക്രിസന്റ് ബീച്ച് കോസ്റ്റൽ ട്രെയിനിൽ പോകണ്ടോടി. എൽക്ക് വാലി റാഞ്ചേരിയ എൻഡേഴ്സ്. നമ്മളെ മറ്റേ സ്ഥലത്തേക്ക് എങ്ങോട്ടാ പോണേ? എൽക്ക് വാലി റാഞ്ചേരിയ ഉണ്ട്, അവിടെ ഒന്ന് പോകാം. എൽക്ക് കുറെ നിൽക്കണ്ടോ നോക്കിയാലോ. ഇതാണ് എൽക്ക് വാലി കസീനോ. ഇത് നമ്മൾ വെറുതെ ഒന്ന് നോക്കുന്നതാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി. കസീനോയാണ് ഇവിടത്തെ ഒരു ഗ്രാമം പോലെയുള്ളൊരു ഏരിയ എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ലേക്ക് ടാഹോയിൽ പോകുന്ന പോലെ അല്ല കേട്ടോ. ഇങ്ങോട്ടുള്ളത് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് എൽക്കിനെ കാണാൻ പറ്റുന്നില്ല. എൽക്ക് വാലി. എൽക്ക് നിൽക്കുന്നത് എന്റെ അമ്മ. ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ. നമുക്ക് ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ ചെല്ലുമ്പോൾ കാണുന്ന പോലെയുള്ള സംഭവമാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഇവിടുത്തെ റേറ്റുകൾ എല്ലാ ഇതിൻ്റെ മോട്ടൽസ് ആണെങ്കിലും ഇതെല്ലാത്തിൻ്റെയും റേറ്റ് കുറവാണ്. കാരണം വിൻ്റർ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആളുകൾ കുറവാണല്ലോ ഇപ്പോൾ വരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നാലും നമുക്ക് നല്ല സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ. ക്രസന്റിന്റെ ഇവിടുന്ന് അധികം ഇല്ല ഒറിഗോണിലേക്ക്. നമ്മൾ കാലിഫോർണിയയുടെ നോക്കാം. നമുക്ക് കോസ്റ്റ് കുറയ്ക്കണ്ടേ? നമ്മളൊരു സിറ്റി കൂടെ പോകുന്നത് കുറേ നേരത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ.
എനിക്ക് തോന്നുന്നു ക്രസന്റ് സിറ്റി ആണോ ഒറിഗോണിന് മുമ്പുള്ള ലാസ്റ്റ് സിറ്റി എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ അമ്മോ മൈ ഗോഡ്. സിനിമയുണ്ട് ഇവിടെ, ക്രസന്റ് സിറ്റി സിനിമാസ്. സിനിമയ്ക്ക് പോയാലോ? അല്ല സിനിമയ്ക്ക് അത്ര റേറ്റ് നോക്കാം. എനിക്ക് സിനിമ കണ്ടിട്ടാ. എനിക്ക് നേരെ പോയി കാനഡ വരെ പോകാൻ കൊതിയാ പോന്നേ. അപ്പം ഞാൻ റോഡിലൂടെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ഒരു വെമ്പല്. ആക്ച്വലി ഞാനിവിടെ പിന്നെ നമ്മൾ ഈ ക്രസന്റ് സിറ്റി എത്ര വലുതാണെന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ ദാ ഇവിടെ ഹോം ഡിപ്പോ വരെ ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു സിറ്റി. അപ്പം നമ്മൾ ആരെങ്കിലും ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വരുമ്പോൾ ക്രസന്റ് സിറ്റിയിൽ വന്നിട്ടാണെങ്കിലും റൂം എടുക്കാം. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യണം റെഡ്വുഡ്സിലേക്ക്. പക്ഷെ ഇത് ഇത്തിരി വലിയ സിറ്റിയാണ്. ട്രിനിഡാഡ് നമ്മൾ ആദ്യം ഇന്നലെ താമസിച്ചതൊക്കെ അർക്കാറ്റയൊക്കെ ഇത്തിരി കൂടി ചെറുതാണ്. ബിഗ് 5 സ്പോർട്ടിംഗ് ഗുഡ്സ്. ഇത് കല്ലുകളൊക്കെ കല്ലുകളല്ലേ, കല്ലുകൾ തെർമോക്കോളാണ്. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രസന്റ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഇവിടുന്ന് ജസ്റ്റ് ഇതായി കാണുന്നതാണ് നമ്മുടെ ബോർഡർ. ഇതായി കാണുന്നത് അതിൻ്റെ തൊട്ട് ചേർന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഡിസ്റ്റൻസ് കൊടുക്കുമ്പം 39 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. വെറും 25 മൈൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറീഗോൺ സ്റ്റേറ്റ് ആവും. ഇവിടുന്ന് നമ്മൾ ക്രസന്റ് സിറ്റിയിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളവിടെ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ KOA ക്യാമ്പ് ഗ്രൗണ്ട് കണ്ടു. ഇവിടുന്ന് ഒരു 4.5 മൈൽ ദൂരത്തിൽ. അപ്പോൾ നമുക്ക് പാം സ്പ്രിങ്സിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ KOA എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. വലിയ റേറ്റില്ലെങ്കിൽ നമുക്കത് എടുക്കാം, കാരണം നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെ വേറെ എക്സ്പെൻസ് വരില്ല. ഹെലികോപ്റ്ററാണ് പോണേ, അല്ല പാലത്തിൽ കൂടെ വണ്ടി ഉണ്ടല്ലേ. ഇവിടെ അത്യാവശ്യം ഫോഗ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ ഗൈസ്. എന്താണെങ്കിലും നമ്മൾ KOA എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. മേളിക്കോടെ ഒരു വഴി വെട്ടി വെച്ചേക്കുന്ന പോലെ ആകാശം കണ്ടു. എന്ത് രസമല്ലേ. ഇതിവിടെ പല സ്ഥലത്തും നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ KOA എത്തി. പോയി നോക്കാം ഇവിടെ എത്ര റേറ്റ് എന്ന് നോക്കണം. റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് മറ്റേ അതെ ഇൻഫർമേഷനൊക്കെ അവിടെ ആയിട്ടാണ്. ഇവിടെ നൈറ്റ് രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരുന്നത് കേട്ടോ. ഡീലക്സ് വലിയ വണ്ടിയുടെ നമുക്ക് വേണ്ടത് വാട്ടർ ഇലക്ട്രിക്കലും ഉള്ള ടെൻറ്റ് സൈറ്റ് ഉണ്ട്. പിന്നെ വെറും ടെൻറ്റ് സൈറ്റ് ഉണ്ട്. ഡീലക്സ് RV സൈറ്റ് $68, ഡീലക്സ് ടെൻറ്റ് സൈറ്റ് $48, ടെൻറ്റ് സൈറ്റ് $38. അപ്പം നമ്മളിതിവിടെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ക്യാഷും കൂടിയിട്ട് കവറിലിട്ടാൽ മതിയാവും. റോഷനിക്കും കുട്ടികൾക്കൊക്കെ ഹോട്ടലിൽ താമസിക്കണമെന്നാണ്. കാരണം ഇവിടെ ഭയങ്കര നല്ല തണുപ്പല്ലേ. ഐഷ ചെറുതായിട്ട് കിടന്ന് ഉറങ്ങി. സമയം അധികം ആയിട്ടില്ല. 6 മണിയായി. സമയം എത്രയും 5:48. പക്ഷെ ഇവിടെ ഒരു രാത്രി 8 മണി 10 മണിയുടെ ഒരു ഫീലാണ് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ തന്നെ ക്യാമ്പ് എടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ഒന്ന് പോയി ബുക്ക് ചെയ്യാം. നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നു, പക്ഷേ സ്റ്റിൽ കൺഫ്യൂഷനാണ്. ഇതെടുക്കണോ മോട്ടൽ ബുക്ക് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ സ്റ്റില്ല നിൽക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് $39, പിന്നെ കുട്ടികൾക്ക് എത്രയാണ് 13 വയസ്സിന് 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് $3 എക്സ്ട്രാ. അപ്പം 2 പേർ കൂടി 6, 39 + 6 $45 വരും. $50 മറ്റേ ഹോട്ടല്. $50 നമുക്ക് ഹോട്ടലിൽ കിട്ടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലെടുക്കുമ്പോൾ നമ്മൾ രാത്രിയും ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം, രാവിലെയും ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം. രാത്രി ഇപ്പോൾ കഴിക്കാൻ വിശപ്പില്ല, പക്ഷെ രാവിലെ കഴിക്കേണ്ടി വരും. ഇതാണെങ്കിൽ നമുക്ക് രാത്രി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, രാവിലെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചധികം പൈസ സേവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ നിൽക്കാന്നാ നീ പ്രതിയാവെന്ന് വിചാരിച്ചിട്ടാണോ? കാറ്റ് വരുന്നുണ്ട്, പുക വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ. നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ ഇനിയിപ്പോൾ നമുക്ക് കറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ പൈസ അധികം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അതിനകത്ത് ക്യാഷ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. ഇവിടുത്തെ ആ മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തോ. ടെൻറ്റ് സൈറ്റ് നമ്മൾ 603, 604, 703 അത്രയും അവൈലബിൾ ആണ്. നമ്മൾ 604 എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വിളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ കീ ഒക്കെ വാങ്ങണം. നമ്മൾ ഈ നമ്പറിൽ വിളിച്ചു വിട്ടു. അപ്പോൾ അതിൻ്റെ ആളെടുത്തു, പക്ഷേ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവരെൻ്റെ ബാക്കിൽ എൻ്റെ റെസ്റ്റ് റൂമിൻ്റെ പാസ്വേഡും വൈഫൈ പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഓൾ സെറ്റ് ടു ഗോ.
C5 റോഷ്നി ഇതൊന്നും നോക്കിയേ. C5 C6 ഇവിടെയൊക്കെ അടിപൊളി കേട്ടോ. അവിടെ ഒരു വീട് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാട്ടിലാണ് ഗൈസ്. 703 അതെ ഇതാ എൻ്റെ അമ്മേ. നമ്മൾ കൊടും കാട്ടിലാണ്. ശരിയാണ്, മനുഷ്യനില്ല കേട്ടോ ഇവിടെ. ഇവിടെ കേട്ടോ ഗൈസ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. മതിയായ കാടിൻ്റെ നടുക്ക. ലൈറ്റില്ല. കുറച്ച് ഇതൊക്കെ ഇച്ചിരിയുടെ എന്താ പറയുക, RVs ഒക്കെ പാർക്ക് ചെയ്ത് നിൽക്കുന്ന അങ്ങോട്ടാണ്. ക്യാമ്പിൻ്റെ അങ്ങോട്ടേക്ക് ആരുമില്ല. പിന്നെ അവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. അതൊരു വീട് പോലത്തെ ക്യാമ്പാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്. അവിടെ ഒരു ചെറിയ കുട്ടികൾ പ്ലേ ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട്. ഓരോ സാധനങ്ങൾ നമ്മൾ എടുത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ ക്യാമ്പ് ജസ്റ്റ് സെറ്റ് ചെയ്തു കഴിഞ്ഞു. തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തണുപ്പാണ്. ജലദോഷം ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗ്യാസിൻ്റെ സംഭവം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫുഡിൽ സ്വയം പര്യാപ്തതയായി. ഫൈനലി നമ്മൾ ഗ്യാസ് കത്തിച്ചു. ഇന്ന് ഇത് ഇച്ചിരി സെറ്റാകാൻ ഇച്ചിരി ടൈം എടുത്തു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നുകൊണ്ട് നമ്മൾ ഈ സാധനം വാങ്ങിയായിരുന്നു. ഇതിന് വെറും $1.5 ഉള്ളൂ കേട്ടോ. ഗൈസ് കാല് മരവിച്ച് തുടങ്ങി കേട്ടോ. ഒന്ന് ചൂടാക്കട്ടെ. ഫാനിച്ച് കൂട്ടിയിട്ടില്ലേ? ഫാനിച്ച് കൂട്ടിയിട്ട് ഐഷയ്ക്ക് ഇച്ചിരി വിഷമാണ് ടെൻറ്റിൽ കിടക്കാനെന്ന്. എന്താ റീസൺ നമ്മൾ പറ്റില്ല. ഇത് ഇവിടെ പശുവിൻ്റെ ചാണകം കിടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ടെൻറ്റിൻ്റെ സൈഡിലായിട്ട്. ഈ ക്യാമ്പ് സൈറ്റ് തീരെ പോരാട്ടോ ടെൻറ്റിൻ്റെ ഏരിയ. പിന്നെ ബാക്കിയുള്ള RV സൈറ്റൊന്നും നമുക്കങ്ങനെ ആവശ്യമില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ ഈ പച്ചപ്പ് ഉള്ള പുല്ലാണ് ഇവിടെ. പക്ഷേ എനിക്ക് തോന്നുന്നു പശു വന്നിട്ട് അപ്പിയിട്ടിട്ടുണ്ട് 2 സ്ഥലത്ത്. അപ്പം അത് കണ്ടിട്ട് ഐഷയ്ക്ക് ഒരു ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിക്കണേ. ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റണില്ല, അത്രയ്ക്ക് തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ സമയമെടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റും ഇല്ല, അതാണ് പ്രശ്നം. നമ്മുടെ ആ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തേക്കാണ് KOA വരുന്നത്. ഇങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് തിരിച്ചിട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആരും ചൂടാക്കി കഴിഞ്ഞു. ചൂടായിട്ടും ഒരു 50% ശരിയായി. 2 വിരലും മരവിച്ചിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ലേക്ക് ടാഹോയിൽ പോയപ്പോൾ മരവിച്ച പോലെ കാലൊന്നും മരവിച്ചിരിപ്പുണ്ട്. നമ്മൾ തന്നെ കുക്കിംഗ് ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. താമസമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേസ്. പൊറോട്ട നമുക്ക് നല്ല തണുപ്പാട്ടോ. അപ്പോൾ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള കുറച്ച് വിറകൊക്കെ വാങ്ങിയിട്ട് വരാം. നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ 6 ഡിഗ്രിയേ തണുപ്പുള്ളൂ കേട്ടോ. പക്ഷേ വിരലൊക്കെ ഒരു മരവിച്ചവരുണ്ട്. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞ്. കൈൻ്റെ കാലിൻ്റെ വിരല് മരവിച്ചിരിക്കണ്ടോ? മരവിച്ചിട്ട് ചെറിയൊരു വേദന എടുക്കണം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു. എൻ്റെ കൈക്ക് തോന്നുന്നില്ല, എൻ്റെ കാലിൻ്റെ വിരലിന് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ. മോനോ മുഖം മരവിച്ച് മൂവ് ചെയ്യാൻ പറ്റാത്ത പോലെ ഉണ്ടോ? പിന്നെ എന്റെ കൈയും മോന് കയ്യിൽ ഗ്ലൗസ് ഇട്ടുണ്ടല്ലേ? നമ്മളിവിടെ ഹോം ഡിപ്പോ എന്ന് പറയുന്ന ഷോപ്പിൽ വന്നിട്ട് ഇതെല്ലാം വാങ്ങിയിട്ടോ. ഫയർ വുഡ് 2 പിന്നെ അത് കത്തിക്കാനുള്ള സംഭവങ്ങൾ ഇതെല്ലാം വാങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ തണുപ്പല്ലേ. ഇത്ര നേരം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഏരിയ ഒരു ഹൊറിബിൾ ഏരിയ ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ നല്ല രസമായിരിക്കും. കാരണം പച്ചപ്പൊക്കെ ആയിട്ട് എന്താ പറയുക, കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പക്ഷേ രാത്രി ടെറിഫിക്. നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടോ. വിറകൊക്കെ വാങ്ങിയത് കൊണ്ട് നിട്ടു. ശരിക്കും തീ കിട്ടിയപ്പോഴായിട്ട് നമ്മളൊരു ആശ്വാസമായിട്ട് വന്നേ കമോൺ തുറന്നിർത്തരി. തണുപ്പത്ത് ഇങ്ങനെ തീ കായാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുന്നത്, നമുക്ക് ചൂട് കിട്ടാനായിട്ട്. ഈ ക്യാമ്പ് ഫയർ ഇട്ടോടുകൂടി നമുക്ക് ഇനിയിപ്പോൾ ഒരു മൃഗങ്ങളും വരില്ല കേട്ടോ. തീ ഉണ്ടെങ്കിൽ ഒരു മൃഗങ്ങളും വരില്ല. എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ തന്നെ ഇങ്ങനെ തീയൊക്കെ കത്തിക്കണമെന്നും ഇവർ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പം അതെപ്പോഴും നമുക്ക് പോസിബിൾ അല്ല. ഇത് സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പോൾ ഇത് തീ കത്തുന്നത് നമുക്കൊരു ആശ്വാസമാണ്.
ഇത്രയും നേരം നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഒട്ടും ചൂടില്ലാട്ടോ ഗൈസ്. ഇങ്ങനെയുള്ള ഇരുട്ടത്ത് ഉപയോഗിക്കാനുള്ള ഒരു ലൈറ്റ് വേണം കേട്ടോ. അടിപൊളിയാ. പൊറോട്ടയും ചിക്കൻ കറിയും. ഞാൻ നൈറ്റ് ഒഴിവാക്കുക. ഓൾറെഡി പല പല ഐറ്റംസ് നമ്മൾ പകല് കഴിച്ചില്ലേ. റിയലി? യെസ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം അല്ലേ നമ്മള് രാത്രി ക്യാമ്പിങ്ങിലാണ്. ഓ ഐഷയുടെ കൈ ഐസാവെന്ന് പറയണേ. നമ്മുടെ വണ്ടി ടെന്റ് ക്യാമ്പ് ഫയർ ആണോ? ഐഷയ്ക്ക് ഭയങ്കര കൗതുകം ശ്വാസം വിടുമ്പോ പുക വന്നിട്ട്. അതെന്താ സിഗരറ്റ് വലിക്കണാണോ? സമയം 8:55 കേട്ടോ. പക്ഷെ നമുക്ക് പകൽ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സമയം കുറച്ചേ കിട്ടുള്ളൂ. കാരണം നേരത്തെ രാത്രി ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ പരിപാടികൾ പോയാലാണ് കാര്യങ്ങൾ ഓടുള്ളൂ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചും ഡിന്നറും ഉണ്ടാക്കിയിട്ട് നമുക്ക് പോയാൽ മതി. അപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ നാളെ ഫുള്ള് ഫുഡിൻ്റെ കാര്യം നടന്നില്ലേ? നമ്മൾ ഫയറിൻ്റെ 2 എണ്ണം വാങ്ങിയായിരുന്നു. അത് 2 കൂടി ഇട്ടു. എന്തായാലും നമ്മൾ നാളെ ഇവിടെ നിൽക്കുന്നില്ല. തന്നെയല്ല ഇപ്പോൾ തന്നെ നമ്മൾ കിടക്കും. അപ്പം മാക്സിമം ചൂട് നമുക്ക് കിട്ടുകയും ചെയ്യും. നന്നായിട്ടൊന്ന് കത്തട്ടെ. അത് 2 കൂടി ഇട്ടപ്പോൾ അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നിന്നിട്ട് ചൂട് ശരിക്കും കിട്ടുന്നുണ്ട്. അതിൻ്റെ അടുത്ത് വരികയുണ്ടായിരുന്നു. ഇത് ചൂടുവെള്ളം കുടിക്കുക കേട്ടോ. ഫയർ വന്നിട്ടോ. ക്യാമ്പ് ഫയർ ഇട്ട് നമ്മൾ ഇത് കഴിഞ്ഞപ്പോൾ നമുക്കിതെല്ലാം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നൊക്കെ നമുക്കൊരു ധൈര്യം വന്നു കേട്ടോ. മറ്റേ എങ്ങനെ നിൽക്കും എന്നുള്ളൊരു സംശയമായിരുന്നു. നമുക്ക് എല്ലായിടത്തും വണ്ടിയിലേക്ക് വയ്ക്കാം. കാരണം എങ്ങനെ രാത്രി ഒരു എമർജൻസി അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ വന്നാൽ അതായിരുന്നുണ്ട്. തന്നെയല്ല ഇവിടെ മഞ്ഞ് വീണത് ചിലപ്പോൾ പ്രശ്നമായിപ്പോവും. ചിലപ്പോൾ ഐസൊക്കെ ഉണ്ടാവും രാവിലെ എണീക്കുമ്പോൾ. സമയം 9:30 കിടക്കാനുള്ള പരിപാടികൾ നോക്കുന്നു. ക്യാമ്പ് ഫയർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കിടക്കാനുള്ള പരിപാടി. മോനു കിടക്കുമല്ലേ? അപ്പോൾ എല്ലാവരും കിടക്കാൻ പോവാണ്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. ഗുഡ് നൈറ്റ്. ബൈ ബൈ ഗൈസ്. രാത്രി 11:30. ഭയങ്കര തണുപ്പാന്നും പറഞ്ഞ് റോസ്റ്റിക്ക് കിടക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞ് ക്യാമ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങും കേട്ടോ. ക്യാമ്പിൽ നിന്ന് പറഞ്ഞാൽ ടെൻ്റ് ചെയ്ത് തൽക്കാലം ഇറങ്ങിയിട്ട് ഈ ഏരിയയിൽ തന്നെ നമുക്ക് വണ്ടിയിൽ ഇത്തിരി ഹീറ്ററൊക്കെ ഇട്ടിട്ട് കിടക്കാൻ പോവാം. കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ ഉറങ്ങിയായിരുന്നു. റോഷനിക്ക് മാത്രം കിടക്കാൻ പറ്റുന്നില്ല. അവസാനം നമ്മളിപ്പോൾ എല്ലാം മാറ്റി ഇതിലേക്ക് ആക്കി, കാറിലേക്ക് ആക്കി. റോഷനി ബാക്കിൽ, മോനിവിടെ, ഈശ ഇവിടെ, അങ്ങനെയാക്കി. ഇനിയിപ്പോൾ നമുക്ക് കാറിൽ കിടന്നുറങ്ങാം. ടെൻ്റ് രാവിലെ അഴിച്ചു വയ്ക്കാം. ഇവിടെ തന്നെ നമുക്ക് കാറിൽ കിടന്നുറങ്ങാം. ടെൻറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ അത്യാവശ്യം എടുത്ത് മാറ്റി സിബിട്ട് വെച്ചു. പിന്നെ കാറ്റ് വന്നാൽ പറന്നു വരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് അതിൻ്റെ വെച്ചു. വലിയ ഒരു ക്യാനും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൽക്കാലം എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ വലിയ കാറ്റൊന്നുമില്ല, കുഴപ്പമുണ്ടാവില്ലായിരിക്കും.